നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളോളം മലയാള ചലച്ചിത്ര രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന നടി അടൂർ ഭവാനി വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 13 വർഷം. അടൂർ പാറപ്പുറത്ത് കുഞ്ഞിരാമൻ പിള്ളയുടെയും കുഞ്ഞുഞ്ഞമ്മയുടെയും മകളായി 1927 അടൂർ ഭവാനി ജനിച്ചത്. വീട്ടിൽ തികഞ്ഞ ദാരിദ്ര്യമായിരുന്നു. നാടകരംഗത്ത് ആദ്യമെത്തിയ സഹോദരി പങ്കജത്തിനൊപ്പം കൂട്ടുപോയിരുന്ന ഭവാനി പിന്നീട് സഹോദരിയുടെ പാതയിൽ തന്നെ സഞ്ചരിക്കുകയായിരുന്നു. തിക്കുറിശിയും കൊട്ടാരക്കര ശ്രീധരൻ നായരുമെല്ലാം നാടകരംഗത്ത് മുൻനിരയിലുണ്ടായിരുന്ന കാലമായിരുന്നു അത്. മനക്കര ഗോപാലൻ പിള്ളയാശാന്റെ വേലുത്തമ്പി ദളവ എന്ന നാടകത്തിൽ തന്നേക്കാൾ പ്രായമുള്ള കൊട്ടാരക്കരയുടെ അമ്മയായി അഭിനയിച്ചുകൊണ്ടായിരുന്നു തുടക്കം. പിന്നീട് പ്രതിഭ, KPSC എന്നീ സമിതികളുടെ ഭാഗമായി. കലാനിലയം കൃഷ്ണൻ നായരും മറ്റു നിരവധി അവസരങ്ങൾ ഭവാനിക്ക് നൽകി. തുലാഭാരം, അശ്വമേധം എന്നീ KPSC നാടകങ്ങളിലെ ഭവാനിയുടെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു. മൂലധനം, മുടിയനായ പുത്രൻ, യുദ്ധകാന്ഡം എന്നീ നാടകങ്ങളിൽ വേഷമിട്ടു. അമ്മ വേഷങ്ങളായിരുന്നു കൂടുതലും. ശരിയോ തെറ്റോ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലെ അരങ്ങേറ്റം. KPSCക്ക് വേണ്ടി തോപ്പിൽ ബാസ് രചിച്ച മുടിയനായ പുത്രൻ ചലച്ചിത്രമാക്കിയപ്പോൾ നാടകത്തിൽ അവതരിപ്പിച്ച റോൾ തന്നെ സിനിമയിലും അവർക്ക് കിട്ടി. 1965 പുറത്തിറങ്ങിയ രാമു കാര്യാട് ചിത്രം ചെമ്മീനിലെ അഭിനയത്തോടുകൂടി ശ്രദ്ധിക്കപ്പെട്ടു. 300ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. 1969 പുറത്തിറങ്ങിയ കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡ് ഭവാനിക്ക് ലഭിച്ചു. പിന്നീട് ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേംജി പുരസ്കാരവും 2022 മാതൃഭൂമി മെഡിമിക്സ് ചലച്ചിത്ര സബരിയ ആയുഷ്കാല നേട്ടങ്ങൾക്കുള്ള പുരസ്കാരവും 2008 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരവും ഭവാനിയെ തേടിയെത്തി. തിക്കുറിശി മുതൽ മമ്മൂട്ടി, മോഹൻലാൽ, ഏറ്റവും ഒടുവിൽ ദിലീപ് വരെയുള്ളവർക്കൊപ്പം അഭിനയിച്ചു. സേതുരാമയ്യർ CBയാണ് ഒടുവിലത്തെ ചിത്രം. നിരവധി TV സീരിയലുകളിലും വേഷമിട്ടു. മലയാളത്തിൽ അമ്മ വേഷങ്ങളിൽ നിറഞ്ഞു നിന്ന ഈ അതുല്യ കലാകാരി 2009 ഒക്ടോബർ 25 തന്റെ വേഷം അഴിച്ചുവെച്ച് അരങ്ങൊഴിഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.